പ്രിയപ്പെട്ട കർഷക സുഹൃത്തുക്കളെ, ഞാനിന്ന് നിൽക്കുന്നത് പകൽക്കുറിയിലുള്ള നമ്മുടെ കർഷക കുടുംബത്തിലെ അംഗമായ റീജ ചേച്ചിയുടെ കൃഷിയിടത്തിലാണ്. ഒരുപാട് വ്യത്യസ്ത കൃഷികൾ, പാവൽ, പടവലം, പയർ, ചീര, വെണ്ട, കോവയ്ക്ക, മറ്റ് മുട്ടക്കോഴി വളർത്തൽ, ഒരുപാട് സംയുക്ത കൃഷി ചെയ്യുന്ന ഒരു മാതൃകാപരമായ കൃഷി ചെയ്യുന്ന ഒരു കർഷകയാണ്. റീജ ചേച്ചിയുടെ വീട്ടിലെ കൃഷിയിടത്തിലെ ചുരയ്ക്ക അഥവാ കഴുത്തൻകയാണ് ഇന്ന് വിളവെടുക്കാൻ വന്നേക്കുന്നത്. ഞങ്ങൾ ഈ നെൽകൃഷി കഴിഞ്ഞ ഉടനെ മണ്ണ് വെട്ടിക്കൂട്ടി കോഴിവളം അടിസ്ഥാന വളമായിട്ടിട്ട് നല്ലതുപോലെ ഇളക്കി ഒരാഴ്ച കഴിഞ്ഞതിന് ശേഷം കുമ്മായം കൂടി ഇട്ട് ഇളക്കി ഒരാഴ്ച കഴിഞ്ഞതിന് ശേഷമാണ് ഇത് ഇടുന്നത്. കാരണം നാടൻ കഴുത്തൻ തന്നെയാണ്. ഒരു വിത്ത് കഴിഞ്ഞ പ്രാവശ്യം ഒരെണ്ണം അയ്യത്ത് കിടന്ന് കിളിച്ചത്. ഞാനത് വിത്തെടുത്ത് ഞാൻ ഇട്ട് നോക്കിയതാണ്. പക്ഷേ നല്ല വിളവാണിപ്പോൾ കിട്ടിയിരിക്കുന്നത്. വേറെ വിഷാംശം ഒന്നും ഞാൻ അടിക്കുന്നില്ല. കാരണം എല്ലാ വളങ്ങളും ജൈവവളം ഞാനിവിടെ ഉണ്ടാക്കുന്നുണ്ട്. ഈ പറഞ്ഞ കണക്ക് മുട്ടക്കോഴിയായാലും മറ്റ് കൃഷികളായാലും ഒരുപാട് ഇവിടെ കൃഷി ചെയ്യുന്നുണ്ട്. ഒത്തിരി പേര് ഇവിടെ വന്ന് സാധനങ്ങൾ മേടിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒന്നും കൂടി ഞാൻ പറഞ്ഞോട്ടെ, ഞാനൊരു സംരംഭകയാണ്. അതുപോലെ തന്നെ 2 പഞ്ചായത്തിലെ 59 അംഗനവാടികൾ, സ്കൂളുകൾ, 2 പഞ്ചായത്തിലെ ഒരുവിധമുള്ള കടകൾ ആഴ്ചത്തോറും ഈ മുട്ട കയറി പോവുകയാണ്. വളവും അതുപോലെ തന്നെ 100 ചാക്ക് ഇവിടെ കെട്ടിവെച്ചിരിക്കുകയാണ്. അതിപ്പോൾ നാളെ പിന്നെ മാർക്കറ്റിംഗായി ഇരിക്കുകയാണ്. ഒരു ചാക്ക് വളത്തിന് 100 രൂപയാണ്. അതുപോലെ ഈ നെയ്ക്കുമ്പളം ഇതിനകത്തുണ്ട്, നാടൻ കഴുത്തനുണ്ട്, കോവലുണ്ട്, 5 സൈസ് കോവലുണ്ട്, പാവലുണ്ട്, പടവലുണ്ട്, പയറുണ്ട്. ഇത്രയും ചൂട് ഈ ഉണക്ക സമയത്ത് ഞങ്ങൾ അത്രയും കഷ്ടപ്പെട്ടാണ് ഈ കൃഷി ചെയ്യുന്നത്. വെള്ളത്തിൻ്റെ ബുദ്ധിമുട്ടുള്ളത് കൊണ്ട്. കാരണം നമ്മുടെ നാട്ടിലെ ആളുകൾ നമ്മുടെ നാട്ടിലെങ്കിലും ഈ വിഷരഹിത പച്ചക്കറി ആൾക്കാർ കഴിക്കണം എന്ന് കരുതിയാണ് ചെയ്യുന്നത്. നമ്മൾ കർഷക സഹായി കൂടെ ഒരു വിൽപ്പന നടത്തുന്നുണ്ട്. പിന്നെ വീട്ടിൽ വന്ന് വിൽപ്പന നടത്തുന്നുണ്ട്. അതുപോലെ തന്നെ മുട്ടയും കർഷക സഹായി വഴി ഞാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് മുന്നോട്ട് കൊണ്ടുപോകണം. കുറച്ച് പേരെങ്കിലും ഇത് വന്നെങ്കിൽ മാത്രമേ നമുക്ക് നാടൻ പച്ചക്കറിയും മുട്ടയും ബാക്കിയുള്ള കാര്യങ്ങളും വിജയിപ്പിക്കാൻ പറ്റുകയുള്ളൂ. തീർച്ചയായും ഒത്തിരി വെജിറ്റബിൾ, അതായത് നമുക്ക് കോഴിവളമായാലും മുട്ടയൊക്കെ നമ്മുടെ ഈ ഒരുപാട് പ്രദേശങ്ങളിലാണ്, സ്കൂളുകളിലൊക്കെ കുട്ടികൾക്ക് ഏറ്റവും നല്ല നാടൻ മുട്ട കൊടുക്കുന്നു എന്ന് പറയുന്നത് തന്നെ വലിയൊരു സന്തോഷമാണ്. ഒരുപാട് മറ്റുള്ള വീഡിയോസൊക്കെ ഇനി കുറച്ചുകൂടെ ചെയ്യാം. അതിനുള്ള ചുരുങ്ങിയ സമയം കൊണ്ട് നമ്മൾ ഒരു വീഡിയോ തയ്യാറാക്കുകയാണ്. എന്തായാലും കഴുത്തങ്ക ഇനത്തിൽ ഒരുപാട് വ്യത്യസ്ത ഇനങ്ങളുണ്ടെങ്കിലും ചുരയ്ക്ക എന്നറിയപ്പെടുന്ന മട്ടിച്ചുരയ്ക്ക, കുമ്പച്ചുരയ്ക്ക, അരയന്ന ചുരയ്ക്ക എന്നൊക്കെ അറിയപ്പെടുന്നതിൽ ഇതിൽ ഒറിജിനൽ തനി നാടൻ ചുരയ്ക്കയാണ്. വളരെ ടേസ്റ്റിയും ഹെൽത്തിയുമായിട്ടുള്ള ഒരു ചുരയ്ക്കയാണ് ഇന്ന് നമുക്ക് റീജ ചേച്ചി തരാൻ പോകുന്നത്. ഓക്കെ, താങ്ക് യു.